പൊട്ടിത്തെറികൾ മാറാതെ UDF നേതൃത്വം. തരൂർ വിഷയം പരിഹരിക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുസ്ലിം ലീഗും ഇതര ഘടകകക്ഷികളും. ശശി തരൂരിന് പുറമെ പിണറായി സർക്കാരിനെ പുകഴ്ത്തി മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ. പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രതിസന്ധിയിൽ കോൺഗ്രസ് നേതൃത്വം. അനുഭവങ്ങൾ എത്രയുണ്ടായാലും പാഠം പഠിക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി UDFിലെ ഘടകകക്ഷികൾ രംഗത്ത്. ശശി തരൂർ ചൂണ്ടിക്കാണിച്ച വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുക്കാതെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ചും വിവാദ പ്രസ്താവനകൾ നടത്തിയും UDFിന്റെ വിജയ സാധ്യതയെ അട്ടിമറിക്കുന്നുവെന്നാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള UDF ഘടകകക്ഷികളുടെ പൊതുവികാരം. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ വ്യക്തിപരമായി തരൂരിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നും പാർട്ടിക്കുള്ളിൽ തന്ത്രപൂർവ്വം ചർച്ച ചെയ്ത് ഒതുക്കേണ്ടിയിരുന്ന വിഷയത്തെ ഈ വിധത്തിൽ പൊതുമണ്ഡലത്തിൽ തുറന്ന ചർച്ചയാക്കി മാറ്റിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നുമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ തുറന്നടിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. ഈ കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ കാണാനൊരുങ്ങുകയാണ് ലീഗ് നേതൃത്വം. ലീഗിന് പുറമെ RSP, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം തുടങ്ങിയവരൊക്കെ കടുത്ത പ്രതിഷേധത്തിലാണ്. കോൺഗ്രസിനുള്ളിലെ അടി തീർത്തില്ലെങ്കിൽ പ്രശ്നം വഷളാകുമെന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ പ്രതികരിച്ചത് ഈ അസംതൃപ്തിയുടെ ഭാഗമായാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്താൻ എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും ഐക്യബോധമില്ലാതെ കോൺഗ്രസ് നേതാക്കൾ അതെല്ലാം തകർക്കുകയാണെന്നാണ് ഘടകകക്ഷികളുടെ പൊതുവിലയിരുത്തൽ. അടുത്ത UDF യോഗത്തിൽ ഇതെല്ലാം തുറന്നടിക്കാനുള്ള നീക്കത്തിലാണ് ലീഗ് അടക്കമുള്ള UDF ഘടകകക്ഷികൾ. ഈ 27-ാം തീയതി ചേരുന്ന UDF യോഗം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകവുമാകും. അതിനിടയിലാണ് എരിതീയിൽ എണ്ണൊഴിക്കും വിധം പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഇക്കുറി വിവാദത്തിന് തിരികൊളുത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യരായിരുന്നു. പദ്ധതി നടത്തിപ്പിൽ പിണറായി സർക്കാർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. CPM നിയന്ത്രണത്തിലുള്ള AKG പഠന ഗവേഷണ കേന്ദ്രം, പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച അധികാര വികേന്ദ്രീകരണം സംബന്ധിച്ച അന്താരാഷ്ട്ര സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മണിശങ്കർ അയ്യർ പിണറായി സർക്കാരിനെ പുകഴ്ത്തിയത്. കേരളം തദ്ദേശ സ്വയംഭരണ സ്ഥാപന നടത്തിപ്പുകളിൽ രാജ്യത്ത് നമ്പർ 1 ആണെന്നും പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പിണറായി സർക്കാർ മാതൃകയാണെന്നുമായിരുന്നു മണിശങ്കർ അയ്യരുടെ പ്രതികരണം. CPM സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സെമിനാറിൽ നിന്ന് KPCCയും കോൺഗ്രസ് ജില്ലാ ഘടകവും വിട്ടുനിൽക്കുകയായിരുന്നു. ആ സെമിനാറിലേക്കാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അസംതൃപ്തി ഗൗനിക്കാതെ ഉന്നത നേതാവ് ഡൽഹിയിൽ നിന്നുമെത്തി സെമിനാറിൽ പങ്കുചേർന്നതും പിണറായി സർക്കാരിനെ പുകഴ്ത്തിയതും. മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ വിധം ഇടപെടലുകൾ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രകോപനങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. സെമിനാറിന്റെ സംഘാടനത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും 1,00,000 രൂപ വീതം നിർബന്ധിത പിരിവ് നടത്തുന്നതിനെതിരെ കണ്ണൂരിലെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം പ്രക്ഷോഭത്തിലുമാണ്. കോൺഗ്രസ് നേതൃത്വം ബഹിഷ്കരണം പ്രഖ്യാപിച്ച ദേശീയ സെമിനാറിലേക്ക് മണിശങ്കർ അയ്യരെ പോലെയുള്ള സമുന്നത നേതാവിനെ ഉദ്ഘാടകനായി എത്തിക്കാൻ കഴിഞ്ഞത് CPM നേതൃത്വത്തിന്റെ രാഷ്ട്രീയ വിജയം കൂടിയാണ്. ശശി തരൂർ ഉയർത്തിയ വിവാദ കൊടുങ്കാറ്റിനൊപ്പം മുൻ KPCC പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ പ്രതികരണങ്ങളും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്താനുള്ള സാധ്യതയാണ് മുല്ലപ്പള്ളി ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്ക് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നാണ് മുൻമന്ത്രി P. ശങ്കരൻ അനുസ്മരണ സമ്മേളനത്തിൽ മുല്ലപ്പള്ളി തുറന്നടിച്ചത്. ആ ഞെട്ടലിൽ നിന്നും കോൺഗ്രസ് നേതൃത്വം മുക്തമാകുന്നതിന് മുമ്പേയാണ് മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യരും പിണറായി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. തനിക്കെതിരായ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയരുമ്പോഴും തെല്ലും കൂസാതെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. ഇന്ത്യൻ എക്സ്പ്രസിൽ താൻ എഴുതിയ കുറിപ്പ് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ആദ്യം തന്നെ കാണുന്ന വിധത്തിൽ പിൻ ചെയ്തു വെച്ചുകൊണ്ട് നേതൃത്വത്തെ പരോക്ഷമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് ശശി തരൂർ ഇപ്പോൾ. ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെട്ട് തരൂർ വിഷയം ഏതു വിധേനയെങ്കിലും ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാവട്ടെ ആവിധം നീക്കങ്ങളോട് തെല്ലുപോലും സഹകരിക്കുന്നുമില്ല. ഈ സാഹചര്യമാണ് UDF ഘടകകക്ഷികളിൽ പ്രക്ഷുബ്ധാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത്.
വരാനിരിക്കുന്ന UDF നേതൃയോഗം പൊട്ടിത്തെറികൾ സൃഷ്ടിക്കുമോ, അതോ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? ഏവരും പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്നത് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്കാണ്.